നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ഭരണപക്ഷാംഗങ്ങൾ വിട്ടുനിന്നു. ഇതോടെ കോറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. മണ്ണാർക്കാട് കോഴി ഫാമിൽ വൻ തീപിടുത്തം. 3000 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. വീണ്ടും അനാസ്ഥ. വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്ന അവസ്ഥയ്ക്ക് മാറ്റമില്ല. വെള്ളിനഴി കുളക്കാട് ശിവക്ഷേത്ര റോഡിന് സമീപവും മരമില്ലിന് മുന്നിലുമാണ് കുടിവെള്ളം പാഴാവുന്നത്. ആലിപ്പറമ്പിലെ പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് പുനരുദ്ധാരണം. നിർമ്മാണ നടപടികൾ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. പ്രവൃത്തി വേഗത്തിലാക്കാൻ നജീബ് കാന്തപുരം MLA ചീഫ് സെക്രട്ടറിയെ കണ്ടു. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. കോറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. അതേസമയം ഭരണപക്ഷത്തു നിന്നും ഒരു അംഗത്തെ യോഗത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് UDF അംഗങ്ങൾ. V4 മുന്നണിയുടെ സഹകരണത്തോടെ LDF ആണ് പട്ടാമ്പി നഗരസഭാ ഭരണം കൈയാളുന്നത്. 28 അംഗ ഭരണസമിതിയിൽ LDF-ന് 10ഉം UDF-ന് 11ഉം V4 മുന്നണിക്ക് 6ഉം BJP-ക്ക് 1 സീറ്റുമാണ് ഉള്ളത്. 11 അംഗ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തത്. 11 UDF കൗൺസിലർമാരും ഭരണപക്ഷത്തു നിന്ന് 1 കൗൺസിലറും BJP കൗൺസിലറുമാണ് ചർച്ചയ്ക്കെത്തിയത്. എന്നാൽ 28 അംഗങ്ങളിൽ 14 പേർ ഹാജരായെങ്കിൽ മാത്രമേ യോഗം തുടങ്ങാനാകൂ. ഭരണപക്ഷാംഗങ്ങൾ വിട്ടുനിന്നതോടെ കോറം തികയാതെ വരികയും അവിശ്വാസം ചർച്ച ചെയ്യാൻ കഴിയാതെ വരികയുമായിരുന്നു. ഇതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. 11 അംഗങ്ങളാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതെന്നും എന്നാൽ 12 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും UDF കൗൺസിലർമാർ പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് 11 അംഗങ്ങളായിരുന്നു ഇതുവരെ UDF പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ അത് 12ആയി മാറിയിരിക്കുന്നു. ഇവിടെ 12 അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് 11 അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് 13 അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇത് എന്ന്. നിലവിലെ ഭരണത്തിൽ അതൃപ്തിയുണ്ടെന്നും അത് അറിയിക്കാനാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നുമായിരുന്നു V4 മുന്നണിയിൽ നിന്നുമുള്ള KT റുക്കിയയുടെ പ്രതികരണം. പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി. പല കാര്യത്തിലും ഉണ്ടായ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഞാനൊരു സ്വതന്ത്ര നിലപാടിൽ വന്നാണ്. ആ സ്വതന്ത്ര നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ. ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൗൺസിലറുടെ ഉത്തരവാദിത്തമാണെന്നും ഇരുമുന്നണികളും BJP-ക്ക് ഒരുപോലെയാണെന്നും BJP അംഗം A. സുരേഷ് പറഞ്ഞു. നോട്ടീസ് തന്നിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഭരണാധികാരി ജനാധിപത്യ സംവിധാന പ്രകാരം നമ്മൾ മര്യാദ പാലിച്ചുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ അതിൽ കോറം തികയാത്തതുകൊണ്ട് ആ മീറ്റിംഗ് നടന്നിട്ടില്ല. നമ്മളത് അവിടെ നിന്ന് പോരുകയാണ് ഉണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം LDF ആയാലും UDF ആയാലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളുണ്ട്. വോട്ട് ചെയ്യാതെ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ യോഗം തന്നെ നടക്കാത്തതുകൊണ്ട് നമ്മളതിന് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 മുന്നണികളും ഭരിച്ചുകൊണ്ട് നമുക്ക് പട്ടാമ്പി നഗരസഭയിൽ പുരോഗമനവും മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഭരണസമിതിയിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും പ്രതികരിച്ചു. UDF കൊണ്ടുവന്ന ഈ ചെയർപേഴ്സൺ ഭരണസമിതിക്കുമെതിരെയുള്ള അവിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. LDF V4 എല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ നേരിട്ടു. തീർച്ചയായും UDF കൊണ്ടുവന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് LDF V4 സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ പരാജയപ്പെടുത്തിയത്. അവിശ്വാസത്തിൽ പങ്കെടുത്ത V4 മുന്നണി കൗൺസിലർ KT റുക്കിയയുടെ നടപടി ദൗർഭാഗ്യകരമെന്ന് V4 മുന്നണി നേതാവ് TP ഷാജി. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും TP ഷാജി പറഞ്ഞു. ഈ V4 പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഒരു മുനിസിപ്പൽ സീറ്റിന്റെ വിഷയം വന്ന സമയത്ത് ഞങ്ങളെല്ലാവരെയും മാറ്റി നിർത്തി. അതിൽ എന്നെ അല്ലെങ്കിൽ റുക്കിയാനൊക്കെ അതിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. സാധാരണ കുറേ പ്രവർത്തകർ കൂടി ചേർന്നിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. ആ കൂട്ടായ്മക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത്.
അപ്പോൾ ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നു. ആ ഭരണമാറ്റത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു. ആ ഭരണത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ ഈ ഭരണകക്ഷിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള നടപടി ഉണ്ടാവും. കാരണം ഒരു സ്വതന്ത്ര അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി മാറ്റം ഉണ്ടാവുകയോ ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ല, V4 മുന്നണി ഇല്ല എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരല്ലോ. കാരണം ഞങ്ങൾ ആറ് അംഗങ്ങളുള്ള V4 സഖ്യം ഇടതുപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു മെമ്പർ സഖ്യം ഇല്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടി അറിയിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങള് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പല സമയത്തും ഇടതുപക്ഷ നേതാക്കളുമായി ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ചർച്ച നടത്താറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഞാനും റുക്കിയ ഉൾപ്പെടെയുള്ള എല്ലാവരും ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. പല സമയത്തും ഞങ്ങൾ അവരോട് സംസാരിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ ചില നേതാക്കളോട് മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഈ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഞങ്ങളിതിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവർ പല സമയത്തും ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരെ ഇന്നും ഞങ്ങളുടെ നേതാക്കളായിട്ട് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളേറെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ ഓരോ കൂടിക്കാഴ്ചയും ഒരു ചർച്ചയായി കാണുന്നതിലാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു CPM നേതാവിനെ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP നേതാവിനെ കണ്ടു, അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് ചർച്ചയായി അതൊരു ഐക്യമായിട്ട് അതിനെ മാറ്റിമറിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം മാത്രമാണ്. മണ്ണാർക്കാട് കോട്ടോപ്പാടം കണ്ടമംഗലത്ത് കോഴി ഫാമിൽ വൻ തീപിടുത്തം. 3000 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. മണ്ണാർക്കാട് കണ്ടമംഗലം പനമ്പള്ളി അരിയൂർ ഫൈസൽ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കോഴിഫാമിലാണ് ഇന്നലെ രാത്രി 10:30 അഗ്നിബാധ ഉണ്ടായത്. കോഴിഫാമിൽ ചൂട് പ്രതിരോധിക്കാൻ തകര ഷീറ്റിന് താഴെയായി തെങ്ങിൻ പട്ടയും കവുങ്ങിൻ പട്ടയും സീലിംഗ് രൂപത്തിൽ അടിച്ചിരുന്നു. കാലപ്പഴക്കം ചെന്ന വയറിംഗ് ആയതിനാൽ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വയറിംഗ് സംവിധാനം ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തുകയായിരുന്നുവെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. വയറിംഗ് സംവിധാനം കത്തിയതിനെ തുടർന്ന് സീലിംഗിനായി ഉപയോഗിച്ചുള്ള തെങ്ങിൻ പട്ടയും കവുങ്ങിൻ പട്ടയും കത്തുകയായിരുന്നു. രാത്രിയായതിനാൽ തൊഴിലാളികൾ ആരും തന്നെ കോഴിഫാമിൽ ഇല്ലായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ട് സമീപത്തെ അതിഥി തൊഴിലാളികൾ ഓടിക്കൂടുകയായിരുന്നു. കോഴിഫാമിന്റെ ഉടമയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു. മണ്ണാർക്കാട് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി 1.5 മണിക്കൂറിലധികം വെള്ളം ചീറ്റിയാണ് തീ പൂർണ്ണമായും അണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇൻചാർജ് അജീഷ് ജി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ V. സുരേഷ് കുമാർ, ശ്രീജേഷ് R, പ്രശാന്ത് K, ഷാജിദ്, ശോഭിൻ ദാസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ സന്ദീപ് T തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നലെ രാത്രിയാണ് ഒരു 11:30 മണിയായിരുന്നു സംഭവിച്ചപ്പോൾ മേലെ നിന്നുള്ളൊരു ഷോർട്ട് സർക്യൂട്ടാണ് കാരണം. ചൂടടിക്കാരും മഴിക്കണ്ടി മേലെ പട്ടട്ടായിരുന്നു സീലിങ്ങിന്. ഷോർട്ട് സർക്യൂട്ട് നേരെ സീലിംഗ് പിടിച്ചു. സീലിങ്ങിന് നേരെ അടിയേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 3500 ചിക്സോളം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. 3500 ചിക്സും കുറച്ച് ഫീഡും ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടമായിട്ടുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ നിലക്ക് നഷ്ടം കണക്കാക്കുന്നുണ്ട്. കെടുത്തേക്കുന്നല്ല അവർ ഹിന്ദിക്കാരനുണ്ടായിരുന്നു ഇവിടെ. അവർ ഫയർഫോഴ്സും പിന്നെ നാട്ടിലെല്ലാം വന്നു. അവരെല്ലാവരും കെടുത്തിട്ട് ഫയർഫോഴ്സ് വന്നെല്ലാം കെടുത്തിയാണ് രാത്രി. വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്ന അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. വെള്ളിനഴിയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ രാജേഷ് പകർത്തിയ കാഴ്ച കാണാം.
വെള്ളിനേഴി കുളക്കാട് ശിവക്ഷേത്ര റോഡിന് സമീപവും മരമില്ലിനു മുന്നിലും ദിവസങ്ങളായി ഇങ്ങനെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ജല അതോറിറ്റിയെ അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് മാസങ്ങളായി ഇതിങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് 2 ഭാഗങ്ങളിലായിട്ട് അധികാരികൾ യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇത് ഇവിടെ വെള്ളം വരുന്നത് തന്നെ 10 ദിവസം 15 ദിവസം എന്നുള്ളതിൻ്റെ തോതിലാണ് ഇതിവിടെ വെള്ളം വരുന്നത്. അധികാരികൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മേഖലയിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ശുദ്ധജല വിതരണ പൈപ്പാണ് പൊട്ടി ദിവസങ്ങളോളമായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോഴാണ് പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തുന്നതെന്നും ഈ സാഹചര്യത്തിലും അധികാരികളുടെ അനാസ്ഥ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ആലിപ്പറമ്പിലെ പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം MLA കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയെ കണ്ടു. ആലിപ്പറമ്പിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ നാട്ടുകാർ ആഹ്വാനം ചെയ്തിരുന്നു. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ആലിപ്പറമ്പിലെ പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് നജീബ് കാന്തപുരം MLA നിർദ്ദേശിച്ചതാണ്. പുനരുദ്ധാരണ പ്രവൃത്തി വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം MLA കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ കണ്ട് ചർച്ച നടത്തി. MLAയുടെ ശ്രമത്തിലൂടെ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പ്രവൃത്തികൾ നടക്കുന്ന റോഡിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടുന്നതിന് എടുക്കുന്ന കുഴികൾ അടയ്ക്കുന്നതിന് ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിന് ആവശ്യമായ തുക കൈമാറിയിരുന്നു. റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ തന്നെ കുഴിയടയ്ക്കുന്ന പ്രവൃത്തിയും നടത്തേണ്ടതുണ്ട്. ഇതിന് സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി ലഭിക്കണം. പൊതു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഈ അനുമതി വൈകി. റോഡിന്റെ പ്രവൃത്തി എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് റീസ്റ്റോറേഷൻ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള അനുമതി ഉടൻ നൽകണമെന്ന് നജീബ് കാന്തപുരം MLA ചീഫ് സെക്രട്ടറിയെ കണ്ട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ അനുമതി നൽകുമെന്നാണ് ചീഫ് സെക്രട്ടറി MLAക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആലിപ്പറമ്പിലെ റോഡുകളിലെ ശോചനീയാവസ്ഥ ഉയർത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മണ്ണാർക്കാട് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സിവിൽ സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതൊരു ചെറിയ പ്രതികരണമാണ്. എന്താണ് ഗതാഗത വകുപ്പിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പരിഷ്കാരമല്ല, അയാളുടെ കരണക്കുറ്റിക്ക് കൊടുക്കേണ്ട തെമ്മാടിത്തരമാണ് കേരളത്തിലെ RTO ഓഫീസുകളിൽ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നവാസ്, സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലകുർശി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് ഭീമനാട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഗിസാൻ മുഹമ്മദ്, പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, അഹമ്മദ് സുബൈർ,
ടിജോ പി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അറ്റാച്ച്ഡ് ലേബർ കാർഡുകൾ ലേബർ ഓഫീസറുടെ ഒത്താശയോടെ അനിയന്ത്രിതമായി നൽകുന്ന നടപടിയിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിൻവാങ്ങണമെന്നും ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരിന്തൽമണ്ണ നിയോജകമണ്ഡല സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. STU സ്ഥാപക ദിന പരിപാടിയോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ മണ്ഡലം സമ്മേളനം നടന്നത്. സംസ്ഥാന സെക്രട്ടറി C. അബ്ദുൽ നാസർ പതാക ഉയർത്തി. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ മുഖ്യപ്രഭാഷണം നടത്തി. STU സംസ്ഥാന സെക്രട്ടറി C. അബ്ദുൽ നാസർ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, STU മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ, ട്രഷറർ ഷിഹാബ് കളക്കണ്ടൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി NP കരീം, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഹബീബ് മണ്ണേങ്ങൽ, ഫിറോസ് വള്ളിൽ, ഭാരവാഹികളായ ബഷീർ ചീനിക്കൽ, ദളിത് ലീഗ് ജില്ലാ പ്രസിഡന്റ് വിജയൻ, ബഷീർ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കടുത്ത വേനലിൽ ചെടികൾ നനയ്ക്കാൻ മിസ്റ്റ് ഇറിഗേഷൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശിയായ ധ്യാൻ പ്രദീപ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ധ്യാൻ ഇതിനകം നിരവധി കണ്ടുപിടുത്തങ്ങളും നടത്തിക്കഴിഞ്ഞു. കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങുന്ന തൻ്റെ വീട്ടിലെ അലങ്കാര ചെടികളുടെ അവസ്ഥ കണ്ടാണ് തോട്ടക്കര പ്രതീക്ഷയിൽ പ്രദീപ് നിഷ ദമ്പതികളുടെ മകനായ ധ്യാൻ പ്രദീപ് പുതിയ ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. വീടിൻ്റെ ടെറസിലെ ചെടികൾക്ക് കൃത്യമായി വെള്ളം നൽകാൻ കഴിയുന്ന രീതിയിൽ ഒരു മിസ്റ്റ് ഇറിഗേഷൻ തന്നെ ഈ കൊച്ചുമിടുക്കൻ ഉണ്ടാക്കി. ഇതിനാവശ്യമായ മോട്ടോറും പൈപ്പും മിസ്റ്റ് നോസിലുകളും ഓൺലൈനിലൂടെയാണ് ധ്യാൻ സംഘടിപ്പിച്ചത്. ഇതിനു പുറമെ ഇലക്ട്രിക് വയറുകളും മറ്റ് കടകളിൽ നിന്നും സംഘടിപ്പിച്ചു. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. നോസിലുകളിലൂടെ വെള്ളം മഞ്ഞുപോലെ പെയ്ത് ചെടികൾക്കെല്ലാം നല്ലപോലെ നനവ് ലഭിക്കും. ₹2000 മാത്രമാണ് ധ്യാനിന് ഇതിനായി ചെലവ് വന്നത്. മിസ്റ്റ് ഇറിഗേഷൻ സ്ഥാപിച്ചതോടെ കരിഞ്ഞു തുടങ്ങിയ ചെടികൾക്കെല്ലാം പുതുജീവൻ വെച്ചതായും ധ്യാൻ പറഞ്ഞു. ഈ ചൂടും പിന്നെ ചെടികളൊക്കെ ഉണങ്ങിപ്പോണത് കണ്ടപ്പോഴാണ് നമ്മൾ മിസ്റ്റ് ഇറിഗേഷനെ പറ്റി ചിന്തിച്ചത്. നമ്മൾ ചില സാധനങ്ങൾ ഓൺലൈനിൽ നിന്നും ചിലത് നാട്ടിൽ നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്തത്. ഇപ്പോൾ ഇത് വെച്ചതിന് ശേഷം എല്ലാ ചെടികളും പുതിയ നാമ്പുകളും പൂത്ത് വരാനൊക്കെ തുടങ്ങി. കാപ്പിച്ചെടിയിലൊക്കെ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങി. വരൂട് AUP സ്കൂളിൽ 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ധ്യാൻ വേറെയും ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കണ്ണ് കാണാത്തവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബ്ലൈൻഡ് സ്റ്റിക്ക്, മിനി ഫാൻ, എമർജൻസി ലൈറ്റ് എന്നിവയെല്ലാം ഇതിൽ ചിലത് മാത്രം. മീഡിയയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ പ്രദീപും അധ്യാപികയായ അമ്മ നിഷയും ധ്യാനിന് ഫുൾ സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ട്. ഫാമിലിയിലെ ടെക് ബോയ് ആണ്. ഫാമിലിയിലെ ഇവിടെ അടുത്തുള്ള ആൾക്കാരും എന്ത് ടെക്നിക്കൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അവരാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഭയങ്കര ഇന്നോവേഷനാണ് അവൻ്റെ പാഷനാണ്. ഇന്നോവേഷൻ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്യുക, അങ്ങനെ അതിനുള്ള സാധനങ്ങൾ എങ്ങനെയൊക്കെ സ്വരൂപിക്കാൻ നോക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റായി കിടക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ സാധനം ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. മുമ്പ് നമ്മൾ നോക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ അവൻ്റെ റൂം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരുന്നു. അപ്പം അന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇവൻ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല റൂമിൽ നിന്ന് ഓരോ സാധനങ്ങൾ നോക്കിയാൽ അതിലൊക്കെ ഓരോ ഐഡിയാസ് അവൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധ്യാൻ ഉണ്ടാക്കിയ മിസ്റ്റ് ഇറിഗേഷൻ പോലെ കൃഷിയിടങ്ങളിലും സ്ഥാപിക്കുന്നതിനായി ആവശ്യക്കാരും ഈ കൊച്ചുമിടുക്കിനെ തേടി എത്തിയിട്ടുണ്ട്. മൊബൈൽ വഴി പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിൽ മിസ്റ്റ് ഇറിഗേഷനെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ധ്യാൻ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓസോൺ വാഷ് ചെയ്ത പച്ചക്കറികളിൽ കീടനാശിനിയുടെ അംശം ഒട്ടുമില്ലെന്ന് ലബോറട്ടറി പരിശോധനാ ഫലം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നാട്ടുചന്തയിലെ ഓസോൺ വാഷ് ചെയ്ത വെണ്ടയ്ക്ക വെള്ളാനിക്കരയിലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനലൈസിസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ആശ്വാസകരമായ ഫലം ലഭിച്ചത്. പരിശോധനയിൽ ഓസോൺ വാഷ് ചെയ്ത പച്ചക്കറികളിൽ കീടനാശിനികളുടെ അംശം ഒട്ടുമില്ലെന്ന് കണ്ടെത്തി. അതേസമയം ഓസോൺ വാഷ് ചെയ്യാത്ത വെണ്ടയ്ക്കയിൽ സംസ്ഥാനത്ത് 2 വർഷം മുമ്പ് നിരോധിച്ച കീടനാശിനിയായ ഡൈമെത്തോറ്റിൻ്റെ അംശം 1 മില്ലിഗ്രാമിൽ
0.246 മില്ലിഗ്രാം എന്ന തോതിൽ കണ്ടെത്തി. എന്നാൽ ഓസോൺ വാഷ് ചെയ്തതിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ട്. ബാങ്കിന്റെ നാട്ടുചന്തയിൽ പഴങ്ങളും പച്ചക്കറികളും പൂർണ്ണമായും ഓസോൺ വാഷ് ചെയ്താണ് വിൽപ്പന നടത്തുന്നതെന്ന് ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ മുന്തിരിയിലാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. മുന്തിരി ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം വിഷത്തിൽ മുക്കിയെടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഭയപ്പെടുത്താറുണ്ട്. പക്ഷെ അങ്ങനെ മുക്കിയെടുത്ത വീഡിയോയിൽ കാണുന്ന പോലെയുള്ള രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ കീടനാശിനികളുടെ പ്രയോഗം കഴിഞ്ഞതിന് ശേഷവും ഓസോൺ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് കീടനാശിനി നീക്കം ചെയ്യാമെന്ന് ഞങ്ങൾ പരിശോധനയിലൂടെ കണ്ടെത്തി. അതേസമയം തന്നെ ഞങ്ങളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഒന്ന് ആലോചിച്ചു. ഈ കഴുകാത്ത പച്ചക്കറിയിൽ എത്ര വിഷാംശമുണ്ടോ അല്ലെങ്കിൽ വിഷാംശങ്ങൾ ഉള്ളതാണോ ഇല്ലാത്തതോ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് താരതമ്യേന വിഷം കുറവാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വെണ്ടയ്ക്ക ഈ കഴിഞ്ഞ ദിവസം 20 ദിവസത്തോളം എടുത്തിട്ടാണ് ഒരു ടെസ്റ്റ് നമുക്ക് പൂർത്തിയാക്കുന്നത്. അങ്ങനെ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെണ്ടയ്ക്ക വാഷ് ചെയ്ത ഓസോൺ വാഷ് ചെയ്ത വെണ്ടയ്ക്കയും ഓസോൺ വാഷ് ചെയ്യാത്ത സാധാരണ വെണ്ടയ്ക്കയും ഒരേ ഇതിൽ നിന്ന് ഒരു ലോട്ടിൽ നിന്ന് രണ്ടാക്കി ഞങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക്. അവർ നടത്തിയ വിശദമായ പരിശോധനയിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. കാരണം 2 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ച കീടനാശിനിയുടെ അംശമാണ് നമ്മുടെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന വെണ്ടയ്ക്കയിലുള്ളത് എന്നാണ് പരിശോധന ഫലം കണ്ടെത്തിയത്. അതേസമയം തന്നെ ഓസോൺ വാഷ് നടത്തിയിട്ടുള്ള വെണ്ടയ്ക്കയിൽ കീടനാശിനിയുടെ അംശം ബിലോ ഡിറ്റക്റ്റീവ് ലെവലാണ്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന കാര്യമാണ്. അപ്പോൾ സർവീസിൽ നിന്നും വിരമിക്കുന്ന മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമന് യാത്രയയപ്പ് നൽകുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. മെയ് 27-ന് 4 മണിക്ക് വിവിധ പരിപാടികളുടെ യാത്രയയപ്പ് നടത്താൻ യോഗം തീരുമാനിച്ചു. മന്ത്രി VN വാസവൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി യോഗം N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് റൂറൽ ബാങ്കിനും സഹകരണ മേഖലയ്ക്കും പുരുഷോത്തമൻ നൽകിയ സേവനം മഹത്തരമാണെന്നും അദ്ദേഹത്തിൻ്റെ കഴിവും പരിചയവും ബാങ്കിനും സഹകരണ മേഖലയ്ക്കും പ്രയോജനപ്പെടുത്തണമെന്നും MLA പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ ഈ പറഞ്ഞ മാതിരി നാട്ടുചന്ത, ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ആളുകളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ആവശ്യം അറിഞ്ഞ് ഇവിടെ അതിനൊരു ചെറിയ കട തുടങ്ങി. പിന്നീട് ഇപ്പം അതിന് കുറേ കൂടി അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സ്ഥാപനം അപ്പുറത്ത് ആരംഭിച്ചു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനം വളർന്നതിലും പുരോഗതി പ്രാപിച്ചതിലുമൊക്കെ ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങൾ സഹകരണ രംഗത്ത് കൊണ്ടുവരുന്നതിൽ ശ്രീ പുരുഷോത്തമൻ്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ സ്ഥാപനത്തെ ഈ സ്ഥാപനമാക്കി മാറ്റുന്നതിൽ പുരുഷോത്തമൻ വഹിച്ചത് വലിയ പങ്കാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് കൊടുക്കേണ്ട യാത്രയയപ്പ്. ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, മുൻ MLA കളത്തിൽ അബ്ദുള്ള, ബാങ്ക് സ്ഥാപക പ്രസിഡന്റ് M ഉണ്ണീൻ, പഴേരി ഷെരീഫ് ഹാജി, അബൂബക്കർ ബാവി, UT രാമകൃഷ്ണൻ, KC റിയാസുദ്ദീൻ, PR സുരേഷ്, TS സലാം, TK സുബ്രഹ്മണ്യൻ, GP രാമചന്ദ്രൻ, KP പൈനേടം, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ, സദക്കത്തുള്ള പടലത്ത്, S അജയ്കുമാർ, ബാലൻ പൊറ്റശ്ശേരി, AK അസീസ് എന്നിവർ പ്രസംഗിച്ചു. TR സെബാസ്റ്റ്യൻ ചെയർമാനും PN മോഹനൻ കൺവീനറുമായി. 501 അംഗ സംഘാടക സമിതിക്കും വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. നജീബ് കാന്തപുരം MLA നേതൃത്വം നൽകുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയിൽ സിവിൽ സർവീസിലേക്ക് കുട്ടികളെ ആകർഷിക്കാനും അവർക്ക് പ്രചോദനം നൽകാനും പ്രത്യേക പദ്ധതി. ജൂനിയർ IAS കോഴ്സിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള സംസ്ഥാനതല സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷ മെയ് 11-ന് നടക്കും. കേരളത്തിലെ 14 ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. നജീബ് കാന്തപുരം MLA നടപ്പാക്കി വരുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയിൽ സിവിൽ സർവീസിലേക്ക് സ്കൂൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. സ്കോളർഷിപ്പോടെ പ്രവേശനം നൽകുന്നതിന് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ മെയ് 11-ന് സംസ്ഥാനത്തെ 14 ജില്ലകളിലും ടാലന്റ് പരീക്ഷ നടത്തും. 8ാം ക്ലാസ് മുതൽ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾ വരെ ടാലന്റ് പരീക്ഷയിൽ പങ്കെടുക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 വിഭാഗങ്ങളായാണ് പരീക്ഷ നടത്തുന്നത്. മികച്ച മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനത്തിന് സ്കോളർഷിപ്പുകളും ആകർഷണീയമായ സമ്മാനങ്ങളും നൽകുമെന്ന് നജീബ് കാന്തപുരം MLA അറിയിച്ചു. ക്രിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സിവിൽ സർവീസ് അക്കാദമിയാണ് പരീക്ഷ നടത്തുന്നത്.
ടാലന്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിയ സിവിൽ സർവീസ് അക്കാദമി IAS ജൂനിയർ ഫൗണ്ടേഷൻ പ്ലസ് കോഴ്സുകളിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം നൽകും. ജൂലൈ 1-നാണ് പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നത്. പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമി നിലവിൽ IAS ജൂനിയർ കോഴ്സുകളും നടത്തി വരുന്നുണ്ട്. ഈ വർഷം ജൂലൈ 1 മുതൽ എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ സംവിധാനത്തിലൂടെയും കോഴ്സിന് ചേരാനാവും. കേരളത്തിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിലെ കുട്ടികൾക്കും ഓൺലൈൻ കോഴ്സിന് ചേരാനുള്ള സൗകര്യമൊരുക്കും. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളെക്കുറിച്ച് പൊതുവായ ധാരണ കുട്ടിയിൽ വളർത്തുക എന്നത് സിലബസിന്റെ പ്രധാന ലക്ഷ്യമാണ്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് iPhone, iPad ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകും. സിവിൽ സർവീസ് പരിശീലനം കൂടുതൽ ജനകീയമാക്കുകയാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. സിവിൽ സർവീസുകാരനാവുകയാണ് ജീവിത ലക്ഷ്യമെന്ന് അധ്യാപകനോട് പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായ കോട്ടപ്പുറം ഹെലൻ കെല്ലർ അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥി മുഹമ്മദ് സിനാനെയാണ് ജൂനിയർ IAS കോഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ കുലിക്കിലിയാട് SVAUP സ്കൂളിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ഫുട്ബോൾ കമാൻഡേറ്റർ ഷൈജു ദാമോദരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളിനോട് താൽപ്പര്യമുള്ള കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ പരിശീലന ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് കുട്ടികൾക്ക് ജേഴ്സി നൽകിക്കൊണ്ട് ഷൈജു ദാമോദരൻ നിർവഹിച്ചത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ കുട്ടികൾക്കായി ഒരുക്കിയ പുതിയ കളിസ്ഥലത്തിന്റെ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് സൗജന്യ ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവന്റെ കോച്ചിങ് ക്യാമ്പിന്റെ ഗ്രൗണ്ടിന്റെ ഫസ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവന്റെ തന്നെ വീടിന്റെ ഉൾവശമാണ്. അവിടെ അവന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ബാലപാഠങ്ങളാണ് ഇവരിലെ മെസ്സിനെയും റൊണാൾഡോനെയും സൃഷ്ടിക്കുന്നത്. നിങ്ങൾ അവനെ ഉത്തേജിപ്പിക്കുന്നിടത്താണ് അവൻ അഗ്രസീവായി മാറുന്നതും എനിക്കൊരു പന്ത് കളിക്കാരനായി മാറണം എന്നുള്ള ആഗ്രഹം അവനിൽ തീ പോലെ കത്താൻ തുടങ്ങുന്നത് അവന്റെ വീട്ടിന്റെ അകത്തു നിന്നും അവന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കൊണ്ടാണ്. പ്രധാന അധ്യാപകൻ P. ബാബുരാജ്, PTA പ്രസിഡന്റ് റിയാസ് കാവുണ്ട, P. അമീർ ബാബു, N. അലി, സഫ്വാൻ നാട്ടുകൽ, P. മുഹമ്മദ് റഫീഖ്, KM ഹസൻകുട്ടി, K. അബു എന്നിവർ സംസാരിച്ചു. കാട്ടുകുളം പരിയാനംപറ്റ സാംസ്കാരിക വേദിയുടെ വാർഷികവും ഭാഗവത സെമിനാറും മെയ് 8 മുതൽ 12 വരെ പരിയാനംപറ്റ സർഗം മണ്ഡപത്തിൽ വെച്ച് നടക്കും. ഭാഗവതത്തെ അധികരിച്ചുള്ള സെമിനാറിൽ 50 കുട്ടികൾ 50 വിഷയങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും. എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8-ന് വൈകിട്ട് 4:30 സെമിനാർ തുടങ്ങും. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി സെമിനാർ നയിക്കും. 6:30 K. പ്രേംകുമാർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ, കഥകളി നടൻ പീശപ്പിള്ളി രാജീവ് തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് കേരള നടനം, മോണാക്ട്, കോലാട്ടം തുടങ്ങിയവ നടക്കും. 9-ന് വൈകിട്ട് 6:30 നടക്കുന്ന ആചാര്യസഭയിൽ KN ഖാദർ, ഡോക്ടർ N. രാജീവ് തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. കലാമണ്ഡലം രാമൻകുട്ടി അധ്യക്ഷനാകും. തുടർന്ന് സംഗീത സന്ധ്യയുണ്ടാകും. 10-ന് വൈകിട്ട് 6:30 നടക്കുന്ന ആചാര്യസഭയിൽ തിരൂർ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 11-ന് വൈകിട്ട് 6:30 നടക്കുന്ന ആചാര്യസഭയിൽ MK രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് സംഗീത പരിപാടി നടക്കും. 12-ന് വൈകിട്ട് 6:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിക്ക് ഭാഗവത വചസ്പതി പുരസ്കാരം നൽകും. ഡോക്ടർ NR മധു ഉദ്ഘാടനം ചെയ്യും. ഗായകൻ മണ്ണൂർ രാജകുമാരനുണ്ണി, സിനിമാ താരം നന്ദകിഷോർ തുടങ്ങിയവർ പങ്കെടുക്കും. ഭാഗവതത്തിലെ 50 വിഷയങ്ങളെ ആനുകാലിക പ്രസക്തിയോടെ 50 കുട്ടികൾ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകതയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈകുന്നേരം 4:30 മുതലാണ് നമ്മളുടെ പരിപാടികൾ തുടങ്ങുന്നത്. ഏകദേശം 2 മണിക്കൂർ കുട്ടികളുടെ പ്രഭാഷണമായിരിക്കും. തുടർന്നാണ് ഞങ്ങളുടെ ഉദ്ഘാടന സഭ. ഞങ്ങളുടെ ആചാര്യനായിട്ട് എത്തുന്നത് ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ഈ 5 ദിവസവും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും.
ഉദ്ഘാടനത്തിന് എത്തുന്നത് നമ്മുടെ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാറാണ്. പിന്നീട് മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്നത് മുല്ലക്കര രത്നാകരൻ സാറാണ്. വിശിഷ്ടാതിഥിയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് ശ്രീ പീശപ്പള്ളി രാജീവ് അവർകളാണ്. ഒരു 2 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമിന് ശേഷം കലാപരിപാടികൾ, തുടർന്ന് പല കലാപരിപാടികൾ അന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ നടക്കും. 6:30 മണിക്ക് വീണ്ടും ഞങ്ങളുടെ ആചാര്യസഭ ഉണ്ടാകും. അതിൽ അഡ്വക്കേറ്റ് ശ്രീ KNA ഖാദറാണ് മുഖ്യ പ്രഭാഷകനായി എത്തുന്നത്. അതുപോലെ ഡോക്ടർ രാജീവ് N, നമ്മുടെ NSS കോളേജിലെ HOD ആണ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അദ്ദേഹമാണ് വിശിഷ്ട അതിഥിയായി എത്തുന്നത്. വെള്ളിയാഴ്ച ദിവസം, 3-ാമത്തെ ദിവസം, നമ്മുടെ തിരൂർ രവീന്ദ്രൻ അവർകളാണ് ജനം TV പ്രോഗ്രാമിൻ്റെ ഹെഡ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. വേദി ചെയർമാൻ ബാബുരാജ് പരിയാനംപറ്റ, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീകുമാർ പരിയാനംപറ്റ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. പെരിന്തൽമണ്ണ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിന് സമീപത്തെ പുൽക്കാടുകൾക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. തീപിടിച്ചത് കണ്ട് യാത്രക്കാരും ബസ് ജീവനക്കാരും അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ P. സജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി തീ അണയ്ക്കുകയായിരുന്നു. തീ കൂടുതൽ ഭാഗത്തേക്ക് പടരാതെ നിയന്ത്രിക്കാനായി. ഒറ്റപ്പാലം വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ 15ാമത് വാർഷികാഘോഷം ബാലതാരം വസിഷ്ഠ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രൊഫസർ A. ഗോപിനാഥ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ P. മായ, അസോസിയേഷൻ സെക്രട്ടറി മനോജ് സ്റ്റീഫൻ, ട്രഷറർ ചന്താമരാഷൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ഭരണപക്ഷാംഗങ്ങൾ വിട്ടുനിന്നു. ഇതോടെ കോറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. മണ്ണാർക്കാട് കോഴി ഫാമിൽ വൻ തീപിടുത്തം. 3000 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. വീണ്ടും അനാസ്ഥ. വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്ന അവസ്ഥയ്ക്ക് മാറ്റമില്ല. വെള്ളിനഴി കുളക്കാട് ശിവക്ഷേത്ര റോഡിന് സമീപവും മരമില്ലിന് മുന്നിലുമാണ് കുടിവെള്ളം പാഴാവുന്നത്. ആലിപ്പറമ്പിലെ പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് പുനരുദ്ധാരണം. നിർമ്മാണ നടപടികൾ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. പ്രവൃത്തി വേഗത്തിലാക്കാൻ നജീബ് കാന്തപുരം MLA ചീഫ് സെക്രട്ടറിയെ കണ്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.